സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിൽ. ഒരു പവൻ സ്വർണത്തിന്റെ വില 68,480 രൂപയിലെത്തി. ഗ്രാമിന് 57 രൂപ കൂടി 8,560 രൂപയായി. 456 രൂപയാണ് പവന് വർദ്ധിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷീന, സ്വർണം ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ട്രംപ് വലിയ കാര്യമായ രീതിയിൽ തീരുവ വർധനയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതൊന്നും സ്വർണത്തെ ബാധിക്കുന്നില്ല കേരളത്തിൽ, അല്ലേ? തീർച്ചയായും സ്വർണ്ണവിലയെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് സ്വർണത്തിന്റെ പോക്ക്. ഇപ്പോൾ തന്നെ ഇന്ന് സ്വർണത്തിന് 50 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. സ്വർണത്തിന് ഒരു പവൻ സ്വർണത്തിന്റെ വിലയായിട്ട് വരുന്നത് പണിക്കൂലിയും എല്ലാം ചേർത്ത് ഒരു പവൻ സ്വർണം എടുക്കുമ്പോൾ ഏകദേശം 72,000-73,000 രൂപയുടെ അടുത്തായിരിക്കും ഒരു പവൻ സ്വർണത്തിന്റെ വില ഉണ്ടാവുക. അത്തരത്തിൽ സ്വർണ്ണവില ഒരു തരത്തിലും താഴാതെ വ്യാപാരികൾക്ക് സന്തോഷമെന്നോ സങ്കടമെന്നോ പറയേണ്ട ഒരവസ്ഥയാണ്. കാരണം സ്വർണ്ണവില ഉയരുന്തോറും സ്വർണത്തിന്റെ ഇത് കുറയുകയാണ് ചെയ്യുന്നത്. സ്വർണം വിൽക്കാനുള്ള സാധ്യതകൾ കുറയുകയാണ് ചെയ്യുന്നത് എന്നാണ് സ്വർണ്ണ വ്യാപാരികളെല്ലാം പറയുന്നത്. അത്തരത്തിൽ സ്വർണ്ണവില കൂടുന്നതോടുകൂടി തന്നെ ഇനി സ്വർണത്തിന്റെ ഉപയോഗം കുറയുമോ എന്നുകൂടി കാണേണ്ടതുണ്ട്. ബിന്നിൽ, ചീനയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ സ്വർണ്ണവില കൂടുന്നത്? എനിക്ക് സന്തോഷമൊന്നുമില്ല, സങ്കടം തന്നെയാണ്. സ്വർണ്ണമാണല്ലോ, സ്വർണം വാങ്ങാൻ സ്വാഭാവികമായും പണം വേണമല്ലോ. സ്വാഭാവികമായും അത് തന്നെയാണ് പൊതുവിൽ കേരളത്തിൽ ആകെ പറയുന്നത്. പൊന്നിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ സ്വർണം എങ്ങനെ വാങ്ങുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കൂടുതൽ സ്വർണത്തെ ആശ്രയിക്കുന്ന ഒരു നാട് എന്ന നിലയിൽ അത് ആ വിധത്തിൽ തന്നെയാണ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഷീന മാർട്ടിനാണ് വിവരങ്ങൾ നൽകിയത്.